കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ രീതിയിൽ മഴ ആലപ്പുഴ ജില്ലയിലടക്കം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഓറഞ്ച് അലേർട്ടായിരുന്നു ആലപ്പുഴ ജില്ലയിൽ. ഇന്നും 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല നാളെയും ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് 7 ജില്ലകളിൽ നാളെയും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായും മഴയ്ക്ക് കാരണം അറബിക്കടലിന് മുകളിലായി രൂപപ്പെട്ടിരിക്കുന്ന ചക്രവാത ചുഴിയാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മഴ വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന അറിയിപ്പ്. അതിനൊപ്പം തന്നെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് 60 കിലോമീറ്റർ വേഗത വരെ ചില സമയങ്ങളിൽ ഉയർന്ന വേഗതയിൽ ഉണ്ടാകുന്ന കാറ്റ് വലിയ രീതിയിൽ അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ വിലക്ക് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് കൃത്യമായി പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വരുന്ന ദിവസങ്ങളിലും മഴ തുടരാനാണ് സാധ്യത. 26-ാം തീയതിയോടുകൂടി ഈ വർഷത്തെ മൺസൂൺ കേരളത്തിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ നിലവിലുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ തുടരും. മാത്രമല്ല തെക്കൻ ജില്ലകളിൽ മഴ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൂടുതലായി നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഒറ്റപ്പെട്ട രീതിയിൽ സംസ്ഥാനത്തുടനീളവും മഴ തുടരുന്നുണ്ട്. ഹരി, 26-ന് കാലവർഷം എത്തുമെന്നുള്ളതാണ് അറിയിപ്പ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒറ്റപ്പെട്ട രീതിയിൽ മഴ തുടരുന്നുണ്ട്. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട് നിൽക്കുകയാണ്. പുറത്തിറങ്ങുന്നവർ സൂക്ഷിക്കുക. നല്ല ശക്തമായ മഴയും കാറ്റും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അവരവർ സൂക്ഷിക്കുക. ആ രീതിയിലേക്ക് മാറുന്നുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ അവഗണിക്കാതിരിക്കുക. എല്ലാവരും ജാഗരൂകരായി നിൽക്കുക. 26-ന് കാലവർഷം എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് സാരംഗ് നൽകുന്ന വിശദാംശങ്ങൾ. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൂടിയുണ്ട്. കേരള തീരത്തും മത്സ്യബന്ധനത്തിനൊക്കെ വിലക്കേർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ നിൽക്കുകയാണ്. സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ മറ്റൊരു